GPT ചാറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് താഴെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3000 വർഷം തൊട്ട് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിട്ടുള്ളത് ഹിറ്റ്ലർ അടക്കമുള്ള ക്രിസ്ത്യാനികളിൽ നിന്നാണെന്ന് കാണാം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ അമേരിക്കയുടെയും ജപ്പാന്റെയും മേലുള്ള ആറ്റംബം വർഷവും ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും അടങ്ങുന്ന അലയൻസിന്റെ കീഴടങ്ങലും ജൂതന്മാരുടെ അമേരിക്കയും ബ്രിട്ടനും അവരുടെ അലയൻസും പ്രത്യേക പരിരക്ഷ കൊടുത്തു. ഈ കീഴടങ്ങലിന് ശേഷം അമേരിക്കയിലും ബ്രിട്ടനിലും റഷ്യയിലും ലോകത്തിന്റെ നാനാഭാഗത്തുമായി ചിതറിക്കിടന്നിരുന്ന യഹൂദി വർഗം പിന്നീട് അവരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടണമെന്നുള്ളതായിട്ടുണ്ട്. അമേരിക്കയും ബ്രിട്ടനും റഷ്യയും കൂടി ലോകത്ത് നാനാഭാഗത്തായി ചിതറിക്കിടക്കുന്ന അവർക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ളതായിരുന്നു ജെറൂസലം പള്ളിയും അവിടുത്തെ മതിലുമൊക്കെ. അവിടെ അതിൻ്റെ മുമ്പും യഹൂദികൾ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. അവരെ രണ്ട് കൈയും നീട്ടി ഹൃദ്യമായി സ്വീകരിച്ചത് അവിടുത്തെ പലസ്തീനികളായിരുന്നു. പലസ്തീനികളുടെ നാടായിരുന്നു അവിടെ. അതിന് തെളിവുകളും ഫോട്ടോകളൊക്കെ ഇപ്പം നിലവിലുണ്ട്. അങ്ങനെ 1948 അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും കൂടി ബലമായി അവരെ കൊണ്ടുപോയി പലസ്തീൻ സ്റ്റേറ്റിൽ കുടിയിരുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ത്യാഗാതം എന്നോണം ചുറ്റുമുള്ള ജോർഡാൻ, സിറിയ, ഈജിപ്ത് പോലുള്ള നാടുകൾ അതിനെ എതിർത്തു. 65,000 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം 65,000 പേർ മരണപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ അംഗഭംഗം സംഭവിച്ചു. വീടും കുടിയുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ കോൺക്രീറ്റ് പാളികൾക്കിടയിലൂടെ നിസ്സഹായരെ ഭാവിട്ടുകൊണ്ട് നടന്ന ക്യാമ്പുകളിൽ പോലും അവർ അക്രമം നടത്തി. നോമ്പുകാലങ്ങളിൽ പോലും ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ചുറ്റുപാടും വളഞ്ഞ് വിരോധം ഏർപ്പെടുത്തി അവരെ മാസങ്ങളോളം പട്ടിണി കിട്ടു. ഒരുപാട് കുഞ്ഞുങ്ങളും ആളുകളും വൃദ്ധന്മാരും മരണപ്പെട്ടു. ഇതെല്ലാം മൂകസാക്ഷിയായി കൊണ്ട് ലോകം നിലകൊണ്ടു. അപ്പോൾ ഈ അവസരത്തിൽ ഇമാം ഖൊമൈനി എന്ന ഒരു ഷിയ പണ്ഡിതൻ അയാത്തുള്ള അലി ഖാമനായി അവിടെ എത്തി. ഒരു ഷിയ മുസ്ലിമായ ഇമാം ഖൊമൈനി സുന്നികളായ പലസ്തീനെ സഹായിക്കാൻ ഒരുമ്പെട്ടു. അതിനെതിരെ യൂറോപ്യൻ യൂണിയന്റെ പടപ്പുറവാട്ടും നിലവിൽ വന്നു. നെഞ്ഞുകൂട് കുതിത്ത് ഇമാം ഖൊമൈനി പ്രഖ്യാപിച്ചു തൻ്റെ അനുചരന്മാരായിട്ടുള്ള പട്ടാള മേധാവികളും കീ പോസ്റ്റിലുള്ള പട്ടാള മേധാവികളും ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരും അടക്കം വലിയൊരു നിര തന്നെ യഹൂദികളുടെ വഞ്ചനയിൽ യഹലോകവാസം വെടിഞ്ഞു. ഇതിനെല്ലാം പറയുന്ന കാരണം അവർ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിക്കുന്നു എന്ന്. വേൾഡ് ന്യൂക്ലിയർ ഓർഗനൈസേഷന്റെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ച് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ന്യൂക്ലിയർ പ്രോജക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാന് അത് പാടില്ല, ഭാവിയിൽ നിങ്ങൾ ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞ് ഒന്നടങ്കം അതിനെ എതിർത്തു. അതിന് ചുറ്റുപാടുമുള്ള നാടുകളെല്ലാം അവർക്ക് ഒരുമിച്ച് നിന്നു. പക്ഷേ അദ്ദേഹം ധൈര്യസമൂഹം മുന്നോട്ട് വന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചു, എൻ്റെ കീ പോസ്റ്റിലുള്ള ആളുകളെല്ലാം അന്തം ഷഹീദായി കഴിഞ്ഞു. എന്നെ അവർ വധിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഷഹീദായിക്കൊള്ളും. എനിക്ക് ശേഷം വേറെ ആൾ വരും. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഈ പ്രക്രിയയിൽ ഞാൻ നശിച്ചാലും ഇറാൻ നശിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഇസ്ലാം നിലനിൽക്കണം, വിജയിക്കണം, അതിൻ്റെ മൂല്യങ്ങൾ വിജയിക്കണം, അത്രമാത്രം. ഇതിന് ശാഖാപരമായ വ്യത്യാസങ്ങൾ മറന്ന് ഈ ഉമ്മത്തെങ്കിലും ഒരുമിച്ച് നിൽക്കണം. പക്ഷെ അതിനൊക്കെ ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് സംഘികളിൽ നിന്നും ക്രിസംഘികളിൽ നിന്നും ആയിരുന്നു. പോരെങ്കിൽ അതിനെല്ലാം പുറമെ നാട്ടിലെ സുന്നി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈമാനില്ലാത്ത, ലോകം അറിഞ്ഞിട്ടില്ലാത്ത കുറച്ച് മുസ്ലിംമാരും അവരുടെ കൂടെ സംഖ്യകളും സലഫികളും ഉണ്ടായിരുന്നുണ്ട്. ഈ അവസരത്തിലാണ് ലോകത്തിലുടനീളം അമുസ്ലിങ്ങളായ ഭൂരിപക്ഷം അമുസ്ലിങ്ങളായ ജനത ഈ പദ്ധതി ഏറ്റെടുത്തത്. അവർ ലക്ഷക്കണക്കിൽ ഇറാന്റെ കൊടിയും ഫലസ്തീൻ്റെ കൊടിയുമായി എല്ലാ നഗരങ്ങളിലും നിരന്തരം പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്നു. അവർ അട്ടഹസിച്ചു, ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, ലക്ഷക്കണക്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കരുത്, നമ്മൾക്ക് വേണ്ട സമാധാനമാണ് എന്നിങ്ങനെ. അതിനെല്ലാം കാരണമായിട്ടുള്ളത് ഇറാൻ നേരിട്ട് തന്നെ യുദ്ധത്തിൽ ഇടപെട്ടു. അതിന് മുമ്പും അവരുടെ പ്രോക്സിയായി ഷിയ മുസ്ലിങ്ങളായ ലബാനിലെ ഒരു വിഭാഗവും ഹൂത്തികളും പറയപ്പെടുന്ന യമന്റെ പ്രബല വിഭാഗവുമായിരുന്നു. ആദ്യം സിറിയയിൽ ഉണ്ടായിരുന്നെങ്കിലും സിറിയയെ അവർ അട്ടിമറിച്ചു. അപ്പോൾ ഒരു 12 ദിവസത്തെ സമയത്തിന് ഒടുവിൽ ഇസ്രായേലികൾക്ക് അവരുടെ കുടിപ്പാടങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങി. ബിൽഡിങ്ങുകൾ പൊളിഞ്ഞു വീണു. അവരുടെ ആളുകൾ ബങ്കറിൽ ഒളിച്ചുകൂടി. അപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ക്രിസംഖികളെന്ന് അവകാശപ്പെടുന്ന
ഇസ്രായേലിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഇന്ത്യക്കാരും മലയാളികൾ പ്രത്യേകിച്ച് അവരെ നേരെ തുപ്പിക്കൊണ്ട് ഇസ്രായേലികളെ ബങ്കറിൽ നിന്ന് ഒഴിവാക്കി. ആ പാവങ്ങൾ ബങ്കറിന്റെ പുറത്ത് കഴിച്ചു കൂട്ടി. ഇതെല്ലാം നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ യഹൂദികള് നമുക്ക് യുദ്ധം വേണ്ട, ഞങ്ങൾ സോറി, ഇറാൻ നോ വാർ എന്നിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ലോകത്തുടനീളം ഇറാൻ അനുകൂലമായി പ്രക്ഷേപം വിദ്യാർത്ഥികളുടെ എല്ലാം പ്രക്ഷോഭം തുടങ്ങി. ഇതൊന്നും മാനിക്കാത്ത ട്രംപ് ഭരണകൂടമാവട്ടെ, നെതന്യാഹു എന്ന ഭീകരനാവട്ടെ, അവൻ്റെ പ്രൊപ്പാഗാണ്ടയും ചെയ്തികളും കഴിച്ചുകൂട്ടി. ഈ വർഗത്തിൻ്റെ അതിബുദ്ധിയും നന്ദിയില്ലായ്മയും വഞ്ചനയും നേരിട്ടറിഞ്ഞവരാണ് ലോകം. മുഹമ്മദ് നബിയുടെ കാലം തൊട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെയും ന്യൂയോർക്കിൻ്റെ മേയറുടെ ആസ്ഥാനത്തിന് മുകളിൽ ഫലസ്തീൻ കൊടി നാട്ടി നെറുകയിൽ ഇമാം ഖൊമൈനിയുടെ പടം പിരിച്ചു. അവസാനം ഒരു മുസ്ലിം അവിടെ തന്നെ അവിടെ മേയറായി അവരോധിക്കപ്പെടുന്നതാണ് അവസാനമായി അറിയാൻ കഴിഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, ലോകത്ത് ഇപ്പോൾ ഖൊമൈനിയുടെ സ്ഥാനം വളരെ വലുതാണ്. അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് ഒരു സ്തുത്യർഹമായ മൂല്യത്തിന് വേണ്ടിയാണ്. ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞ് ഈ മൂലയിലുള്ള ഈ മുസ്ലിയാക്കന്മാരും സലഫികളും അദ്ദേഹം ഷിയ ആയിക്കോട്ടെ, ഏതെങ്കിലും മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, അതിനോട് യോജിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.